നമസ്കാരം. മാസ് ഡയലോഗുകൾ വാരി വിതറിയാണ് നടനും എംപിയുമായ സുരേഷ് ഗോപി തൃശൂരിനെ ഇളക്കിമറിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഓടി നടന്ന് ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കുകയാണ് അദ്ദേഹം. തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സംരക്ഷകനായി പാർലമെന്റിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രചാരണ വേദികളിൽ ഉറപ്പു നൽകുന്നത്. ഒരു നെറ്റിപ്പട്ടം എടുത്ത് നെഞ്ചത്തേക്ക് ചാർത്തി തന്നാൽ നിങ്ങളുടെ സ്വന്തം എംപിയായി, തൃശൂരിന്റെ ശബ്ദമായി, കൊമ്പുകുലുക്കി ഗുരുവായൂർ കേശവനായി പാർലമെന്റിൽ താൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മാസ് ഡയലോഗിനെ ഹർഷാരവത്തോടെയാണ് ജനം വരവേറ്റത്. 23-ന് ഒരു നെറ്റിപ്പട്ടം എടുത്ത് എന്റെ നെഞ്ചത്തേക്ക് ചാർത്തി തന്നാൽ ഞാൻ നിങ്ങളുടെ സ്വന്തം എംപിയായി, ഒരു കൊമ്പുകുലുക്കിയായി, തെച്ചിക്കോട്ട് രാമചന്ദ്രനെ പോലെയും ഗുരുവായൂർ കേശവനെ പോലെയും ഞാൻ പാർലമെന്റിൽ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും, എല്ലാ മത സ്ഥാപനങ്ങളുടെയും, എല്ലാ വിശ്വാസ വിചാരങ്ങളുടെയും സംരക്ഷകനായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് മണ്ഡലത്തെ മുഴുവൻ ആറാടിച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രസംഗം. പത്രിക നൽകാൻ പോയത് മുതൽ സുരേഷ് ഗോപിയുടെ തൃശൂർ പ്രവേശനം ചർച്ചയായിരുന്നു. പ്രേം നസീർ എന്ന് പേരിട്ട വൃക്ഷത്തെ കയ്യിൽ വെച്ചാണ് താരം കളക്ടറേറ്റിൽ പത്രിക നൽകാൻ എത്തിയത്. അതിനിടെ തിരക്ക് കൂടിയപ്പോൾ വഴിയിൽ നിർത്തിയിരുന്ന കാർ മാറ്റിയിടാൻ താരം പറഞ്ഞതും ചർച്ചയായി. കളക്ടർ TV അനുപമയുടെ കാറാണ് താരമെന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടത്. ഭാഗ്യത്തിന് പ്രവർത്തകർ കാറിൽ കൈവയ്ക്കാതിരുന്നതോടെയാണ് സുരേഷ് രക്ഷപ്പെട്ടത്. ഇതിന് പിന്നാലെ അയ്യന്റെ കാര്യം പ്രസംഗത്തിൽ പരാമർശിച്ചതോടെ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചതിന് കളക്ടർ വിശദീകരണവും തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിന്റെയൊക്കെ അണ്ണാക്കിൽ 15 ലക്ഷം തള്ളിത്തരുമെന്നാണോ കരുതുന്നത് എന്ന പ്രയോഗം വന്നതും അതും ചർച്ചയായത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കുകൾ മുന്നോട്ടു പോകുമ്പോൾ എല്ലാം ചർച്ചയാകുന്നു. ഓരോ പ്രചരണ വേദികളിലും ഓടിയെത്തുന്നതും താരത്തിന്റെ സിനിമാ സ്റ്റൈൽ ഡയലോഗുകൾക്ക് കൈയടിച്ചും ആർപ്പ് വിളിച്ചും ജനം പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. തൃശൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു താര മത്സരം നടന്നിട്ടില്ല. ഇതോടെ മറ്റ് മത്സരാർത്ഥികളുടെ പ്രചാരണ വാർത്തകളും വിശേഷങ്ങളും മുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കൂട്ടം വോട്ടാകുമോ എന്ന ആശങ്ക എതിർപക്ഷങ്ങൾ തന്നെ പങ്കുവെക്കുന്നത്. ഇവിടെ CPIയുടെ രാജാജി മാത്യു തോമസും കോൺഗ്രസിന്റെ TN പ്രതാപനും തമ്മിലാണ് മത്സരം. അവസാന നിമിഷമാണ് സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ആദ്യം BJPക്കാണ് സീറ്റെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നാലെയാണ് സീറ്റ് BDJസിനാണെന്നും തുഷാർ മത്സരിക്കുമെന്നും പറയുന്നത്. ഇതോടെ ചുമരുകളിൽ എഴുതിയ താമര മായ്ച്ച് കുടം വരച്ചു ചേർത്തു. എന്നാൽ രാഹുൽ വയനാട്ടിലെത്തിയതോടെ തുഷാർ അങ്ങോട്ടേക്ക് പോയി. തൃശൂർ വീണ്ടും BJPക്ക്. സുരേഷ് ഗോപി താരതിലക്കവുമായി തൃശൂരിലെത്തി. ഇതോടെ വീണ്ടും കുടം മായ്ച്ച് താമര തന്നെ കിട്ടി തൃശൂരിന്. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ചർച്ചയായ മണ്ഡലത്തിൽ ഇപ്പോൾ ചർച്ച മുഴുവൻ നടക്കുന്നത് താരത്തിന്റെ പ്രകടനത്തെ ചുറ്റിപ്പറ്റിയാണ്. ഓരോ ദിവസവും വാർത്തയിൽ നിറയാൻ ഓരോ കാര്യങ്ങൾ ഉണ്ടാകും താരത്തിന്. അടുത്തിടെ ഒരു വീട്ടിൽ കയറി ചെന്ന ഊണും കഴിച്ച് വീട്ടുകാരൻ ഞെട്ടിച്ചു സുരേഷ് ഗോപി. ഇതും ചർച്ചയായിരുന്നു. ഇത്തരത്തിൽ ദിവസവും ഗിമ്മിക്കുകൾ ഇറങ്ങുന്നതോടെ മണ്ഡലത്തിലെ പ്രധാന ചർച്ചകൾ സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റി തന്നെയാണ്. ഇതാണ് എതിരാളികളെ ഭയപ്പെടുത്തുന്നതും. ഏതായാലും പ്രചാരണ യോഗങ്ങളിൽ ജനത്തിരക്ക് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. താരത്തിന് ഒരു നോക്ക് കാണാനും ഒന്ന് തൊടാനുമെല്ലാം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മത്സരിക്കുകയാണ്. കൂടെ നിന്ന് സെൽഫി എടുക്കാനും തിരക്ക് തന്നെയാണ്. പ്രവർത്തകരും ആരാധകരും നാട്ടുകാരും തിങ്ങി നിറഞ്ഞപ്പോൾ പലയിടത്തും തിരക്ക് നിയന്ത്രിക്കാൻ അണികളും പാടുപെടുന്നുണ്ട്. പലയിടത്തും ഗതാഗത തടസ്സം പോലും ഉണ്ടായി. ആരാധകരുടെയും നാട്ടുകാരുടെയും ആവേശം വോട്ടായി മാറിയാൽ ഇടത്തോട്ടും വലത്തോട്ടും മാത്രം ചാഞ്ഞ ചരിത്രമുള്ള മണ്ഡലത്തിൽ നിന്ന് പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർക്കേണ്ടി വരും.